Hello students, let us consider the next topic, that is machine cycle and T-states. An instruction cycle has one or more machine cycles and every machine cycle is composed of several T-states. These points need some elaboration. That is, a machine cycle is a step or time slice during which one byte of data are transacted between the processor and some external device. Generally, this external device is the memory device. However, in exceptional cases, it might be an input-output device also. To transact one byte of information, one machine cycle must be executed by the processor. In figure 7, we have illustrated such a machine cycle. Note that instead of reading, it might be a writing operation also. Each machine cycle is composed of several T-states. One complete oscillation of the processor clock is designated as one T-state. Depending upon the processor, the number of T-states necessary to complete one machine cycle must be known. For example, Intel 8085 processor needs 4 to 6 T-states to complete one machine cycle. The correlation of T-state, machine cycle and instruction cycle is shown in figure 8. അതായത് ഇവിടെ നമുക്ക് അടുത്ത ഒരു നമുക്ക് ചിലപ്പം ഡിഫൈൻ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് ആണിത് ശരിക്കും. വാട്ട് ഈസ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ നമ്മൾ കണ്ടു. ഓക്കെ, ദെൻ വി ഹാവ് നെക്സ്റ്റ് ഇസ് ദ മഷീൻ സൈക്കിൾ ആൻഡ് ടി സ്റ്റേറ്റ്സ്. ഈ രണ്ട് ഡെഫിനിഷൻസ് ആണ്, ഈ രണ്ട് ടേംസ് ആണ്. അപ്പോൾ ഇവിടെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ ഒന്നോ രണ്ടോ മഷീൻ സൈക്കിൾസ് ഉണ്ടാവാം. ഓക്കെ, ഓരോ മഷീൻ സൈക്കിളിനും സെവറൽ അല്ലെങ്കിൽ അതായത് കൂടുതൽ ടി സ്റ്റേറ്റ് ഉണ്ടാവാം. ഓക്കെ, ആൻഡ് അതായത് മഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് വൺ ബൈറ്റ് ഓഫ് ഡേറ്റ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ആ ഒരു ടൈം സ്ലൈസ് ആണ്, അതൊരു സമയമാണ്. അതായത് മഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ബൈറ്റ് അല്ലെങ്കിൽ അതായത് ഒരു ബൈറ്റ് ഓഫ് ഡേറ്റ അത് ഫെച്ച് ചെയ്യാൻ വേണ്ടി, അതായത് പ്രൊസസ്സറും ഒരു എക്സ്റ്റേണൽ ഡിവൈസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ സമയത്ത് അത് ഫെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സമയം, അതാണ് മഷീൻ സൈക്കിൾ. ഓക്കെ, ആൻഡ് ദിസ് എക്സ്റ്റേണൽ ഡിവൈസ് ഇസ് എ മെമ്മറി ഡിവൈസ്. അധികവും മെമ്മറി ഡിവൈസ് ആണ് ഉണ്ടാവുക. പ്രൊസസ്സറും മെമ്മറി ഡിവൈസ് തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷനാണ്. ഹവെവർ ഇറ്റ് മൈറ്റ് ബി ആൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. മെമ്മറി എപ്പോഴും ആവണമെന്നില്ല, ചില സമയത്ത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസും ആവാം. ആൻഡ് ഒരു ബൈറ്റ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി വൺ മഷീൻ സൈക്കിൾ മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ബൈ ദ പ്രൊസസ്സർ. ഓക്കെ, ഒരു ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ നമുക്ക് ഓരോ ലൊക്കേഷനിലും ഡേറ്റ ഉണ്ടാവുമല്ലോ, കോഡ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഫെച്ച് ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ അതാണ് മഷീൻ സൈക്കിൾ, ഒരു ബൈറ്റ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയുള്ള സമയം. ഇനി നമ്മൾ ഫിഗർ 7 ഒരു ടൈമിംഗ് ഡയഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൽ അഡ്രസ്സ് പ്ലേസ് ചെയ്യുന്നു, പിന്നെ റീഡ് സൈക്കിൾ അല്ലെങ്കിൽ റീഡ് സിഗ്നൽ, മെമ്മറി റീഡ് സിഗ്നൽ സെൻഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡേറ്റ റീഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് റീഡ് റൈറ്റ് ഓപ്പറേഷനും നടക്കാം. അതൊക്കെ റൈറ്റ് ഓപ്പറേഷനും ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ആ മെഷീൻ, അതായത് മെമ്മറി റൈറ്റ് സൈക്കിൾ ആയിരിക്കും. ഓക്കെ, ഈച്ച് മെഷീൻ സൈക്കിൾ ഈസ് കമ്പോസ്ഡ് ഓഫ് several T states. Okay, അപ്പോൾ വൺ കംപ്ലീറ്റ് ഓസിലേഷൻ ഓഫ് പ്രൊസസ്സർ ക്ലോക്ക് ഈസ് ഡെസിഗ്നേറ്റഡ് ആസ് വൺ T സ്റ്റേറ്റ്. ശരിക്കും പറഞ്ഞാൽ വൺ T സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലോക്ക് സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത്, ഒരു ക്ലോക്ക് സൈക്കിളാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണെങ്കിൽ ക്ലോക്കിൻ്റെ 1/f എന്ന് പറയുന്നതായിരിക്കും ടി, അല്ലെങ്കിൽ ആ ടൈം, ദാറ്റ് ഈസ് ഒരു സൈക്കിളിൻ്റെ സമയം. ഓക്കെ, അതുതന്നെയാണ് ഒരു ക്ലോക്ക് സൈക്കിൾ തന്നെയാണ് ഒരു T സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി depending on the processor, number of T states to complete one machine cycle must be known. അതായത് പ്രൊസസ്സർ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ഒരു മഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര T സ്റ്റേറ്റ് വേണമെന്ന്. ആൻഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മളെപ്പോഴും ഒരു ബേസിക് ആയിട്ടുള്ള മൈക്രോ പ്രൊസസ്സർ പറയുന്നത് എപ്പോഴും ഇൻറ്റൽ 8085 ആണ്. അതൊരു 8-bit മൈക്രോ പ്രൊസസ്സറാണ്. ഓക്കെ, സോ അതാണ് നമ്മൾ അധികവും ബേസിക്കായിട്ട് പറയുന്ന ഒരു പ്രൊസസ്സർ. സോ 8085 പ്രൊസസ്സർ നീഡ്സ് 4 to 6 T സ്റ്റേറ്റ്സ്. ഒരു മഷീൻ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 8085 പ്രൊസസ്സറിന് 4 to 6 T സ്റ്റേറ്റ്സ് വേണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇവിടെ കോറിലേഷൻ, അതായത് ഇവിടെ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഫിഗർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫിഗറിൽ കാണാം, ഇതാണ് സിസ്റ്റം ക്ലോക്ക്. എപ്പോഴും നമ്മൾ ക്ലോക്ക് ഇങ്ങനെയാണ് വരക്കുക.
ഓക്കെ, ടൈമിംഗ് ഡയഗ്രാമിൽ വരക്കുമ്പോൾ ഇതാണ് ക്ലോക്ക്. ഓക്കെ, ഇപ്പോൾ ക്ലോക്കിൽ ഇപ്പോൾ കണ്ടോ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് 1 ടി സ്റ്റേറ്റ് ഇവിടെ കാണാം അല്ലേ. അതേപോലെ ഇപ്പം സെവറൽ ടി സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ കുറേ ടി സ്റ്റേറ്റ്സ് വരുമ്പോൾ ഒരു മെഷീൻ സൈക്കിൾ. ഓക്കെ, ഒരു മെഷീൻ സൈക്കിളാണ് ഇവിടെ. ഫസ്റ്റ് മെഷീൻ സൈക്കിൾ കാണാം, ഫെച്ച് ഇൻസ്ട്രക്ഷൻ ആണ്. ഫസ്റ്റ് മെഷീൻ സൈക്കിൾ കാണാം. ദെൻ സെക്കൻഡ് മെഷീൻ സൈക്കിൾ കാണാം. ഓക്കെ, സെക്കൻഡ് മെഷീൻ സൈക്കിൾ അതേപോലെ തന്നെ മെനി ടി സ്റ്റേറ്റ്സ് ഉണ്ടാവും. ആൻഡ് ഗെറ്റ് ദ ഡേറ്റ ആൻഡ് ഇൻക്രിമെൻറ്റ് ബൈ 1. ഓക്കെ ഓക്കെ, ഇത് എക്സാമ്പിൾ ഇൻസ്ട്രക്ഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻക്രിമെൻറ്റ് എ മെമ്മറി ലൊക്കേഷൻ ബൈ 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻക്രിമെൻറ്റ് ഇൻസ്ട്രക്ഷനാണ് ആക്ച്വലി. ഓക്കെ, അപ്പോൾ ഒരു മെമ്മറി ലൊക്കേഷൻ്റെ കണ്ടൻറ്റ് 1 ആയിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിലൊരു ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അതിന് ഫസ്റ്റ് മെഷീൻ സൈക്കിൾ എപ്പോഴും എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കോഡ് ഫെച്ച് ചെയ്യണം, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് ഡേറ്റ എടുത്തിട്ട് അത് ഇൻക്രിമെൻറ്റ് ചെയ്യണം. തേർഡ് മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് ആ റിസൾട്ട് തിരിച്ച് സ്റ്റോർ ചെയ്യണമല്ലോ, അങ്ങനെ. അപ്പം 3 മെഷീൻ സൈക്കിൾസാണ് ഈ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത് ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അങ്ങനെ അത് പോയിക്കോ, അങ്ങനെ നമുക്കത് വരക്കാം. സോ അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് ബൈറ്റ് ഫെച്ച് ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ അത് കണ്ടിന്യൂഷനാണ് ആക്ച്വലി. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞത് അടുത്ത ഇൻസ്ട്രക്ഷൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി എക്സാമ്പിൾ ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, മെഷീൻ സൈക്കിൾ ആൻഡ് ടി സ്റ്റേറ്റ് കോറിലേഷൻ. ഓക്കെ, ഇനി ഫോർ ദ സേക്ക് ഓഫ് എക്സാമ്പിൾ എക്സിക്യൂഷൻ of an instruction increment on memory location by 1 is illustrated. Okay, it is assumed that it is a 1 byte instruction which is fetched by the first machine cycle. As the data to be incremented by 1 are available in the external memory location, the next machine cycle reads this operand from the memory, okay, brings the data byte within the processor, and the data are then incremented by 1 by the processor and are stored back in the same memory location in the third machine cycle. ആക്ച്വലി ഇത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഇതിന് പറയുകയാണ്. അതായത് ഈ ഒരു എന്താണ് ആക്ച്വലി ചെയ്യുന്നത്, ഫസ്റ്റ് മെഷീൻ സൈക്കിൾ ഫെച്ച് ചെയ്യുന്നു, സെക്കൻഡ് മെഷീൻ സൈക്കിൾ ഡേറ്റ കിട്ടി അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, എന്നിട്ട് അത് സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 3 മെഷീൻ സൈക്കിൾ വേണം ഈ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് എടുക്കാത്തതുകൊണ്ട് നമുക്കത് ആ സമയത്ത് ഞാൻ ക്ലിയർ ആക്കാം. ഇനി 2 questions may arise after this explanation of figure 8. That is, when the instruction was decoded, when the data were incremented by 1. To answer the first question, it must be pointed out that the instruction must be decoded before the beginning of the second machine cycle, as the processor must know by that time what to do. As a rule, instruction decoding is carried out immediately after receiving the instruction byte within the processor. In other words, for every case, instruction decoding is done at the end of the first machine cycle. Okay, does it not demand any extra time? Well, it depends. If it is a hardware based decoding, then it does not need any extra time. However, in case of microprogramming, it would consume 1 or 2 extra T states. Okay, അതായത് ഇവിടെ ഇപ്പം ഈ ഒരു ഫിഗർ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ എപ്പോഴാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഡേറ്റ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്, അതാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാം. അപ്പോൾ അതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ എപ്പോഴാണ് ഡീകോഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതായത് സെക്കൻഡ് മെഷീൻ സൈക്കിളിൻ്റെ തുടങ്ങുന്നതിന് മുമ്പ് ആണ് അത് ഡീകോഡ് ചെയ്യേണ്ടത്, ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ആസ് എ റൂൾ ഇൻസ്ട്രക്ഷൻ ഡീകോഡിംഗ് ഈസ് ക്യാരിഡ് ഔട്ട് immediately after receiving the instruction byte within the processor. In other words, instruction decoding is done at the end of the first machine cycle. Okay, first machine cycle എൻഡിലാണ് ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡിപ്പെൻഡ്സ്, അതായത് ഇപ്പോൾ ഹാർഡ്വെയർ ബേസ്ഡ് ഡീകോഡിംഗ് ആണെങ്കിൽ അധികം സമയമൊന്നും വേണ്ടി വരില്ല. പക്ഷേ സോഫ്റ്റ്വെയർ ആണെങ്കിൽ, മൈക്രോ പ്രോഗ്രാമിംഗ് വെച്ചിട്ടാണെങ്കിൽ 1-2 എക്സ്ട്രാ ടി സ്റ്റേറ്റ്സ് ചിലപ്പം ഈ ഒരു ഡീകോഡിങ്ങിന് വേണ്ടി വരും. For example, 8085 spends 4 T states for fetching the first instruction byte during its first machine cycle, while for subsequent machine cycles it spends only 3 T states. As a matter of fact, in its first machine cycle, first 3 T states are sufficient for fetching first byte of instruction. Next T state of the first machine cycle is devoted for instruction decoding. As the answer of the second question, we can say that the data would be incremented either at the end of the second machine cycle or at the beginning of the third machine cycle, depending upon the processor.
ഹിയർ ഓൾസോ ദ അഡോപ്റ്റഡ് ടെക്നിക് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അതായത് ഇവിടെ 8085 ആണല്ലോ നമ്മളെപ്പോഴും എക്സാമ്പിളായി പറയുന്നത്. ഇൻറ്റൽ 8085. ഓക്കെ, ഇറ്റ് സ്പെൻസ് 4 T states. ഓക്കെ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടി ഓക്കെ ഫസ്റ്റ് മെഷീൻ സൈക്കിളിൽ 4 T states ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത മെഷീൻ സൈക്കിളിൽ 3 T states വേണ്ടു. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് മെഷീൻ സൈക്കിൾ ഫസ്റ്റ് 3 T states ആർ സഫീഷ്യൻറ്റ് ഫോർ ഫെച്ചിങ് ദ ഫസ്റ്റ് ബൈറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ആദ്യത്തെ 3 T statesലാണ് ഫസ്റ്റ് ബൈറ്റ് ഫെച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് T state ഓഫ് ദ ഫസ്റ്റ് മെഷീൻ സൈക്കിൾ ഇസ് ഫോർ ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്. അതായത് 4 T statesൽ 3 T states അത് ഫെച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ദെൻ നാലാമത്തെ അതായത് 4th T state എന്ന് പറയുന്നത് അത് ഇൻസ്ട്രക്ഷൻ ഡീകോഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണ് അത് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. സോ ഡേറ്റ വിൽ ബി ഇൻക്രിമെൻറ്റഡ് ഐദർ അറ്റ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് മെഷീൻ സൈക്കിൾ. ഓക്കെ, സെക്കൻഡ് മെഷീൻ സൈക്കിളിൻ്റെ എൻഡിലാണ് ഡേറ്റ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബിഗിനിങ് ഓഫ് ദ തേർഡ് മെഷീൻ സൈക്കിൾ. ഓക്കെ, സോ ഇത്രയാണ് നമ്മളിതിനെ അതായത് ഈ ഒരു മെഷീൻ സൈക്കിളും T സ്റ്റേറ്റും അതിനെക്കുറിച്ച് പറയുന്നത്.